ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള ഒരു നഴ്സറിയിലാണ്. പ്രീമിയർ ഗാർഡൻ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്ന നഴ്സറിയാണ്. ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയുടെ തൈകളും അതുപോലെ കുറച്ച് ചെടിയൊക്കെ മേടിക്കാനായിട്ട് വന്നത് നേരത്തെ. അപ്പോൾ നമുക്ക് കുറച്ചധികം മാവുകളും അതുപോലെ തന്നെ കാച്ചു നിൽക്കുന്ന മാവുകളും പ്രത്യേകിച്ച് നമുക്ക് കാണാനുള്ളത് ഒരു 20,000-ഓളം ചൈനീസ് കറിവേപ്പിൻ്റെ തൈകൾ വിൽപ്പനയ്ക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് ഒരു തൈയെങ്കിലും വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ നാടൻ കറിവേപ്പിലയുടെ അതേ ഗുണങ്ങൾ, അതേ മണവും ഗുണവും ഒക്കെ കിട്ടുന്ന കറിവേപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും നല്ല മണമാണ് ഇതിൻ്റെ ഓരോന്നിനും. അതുപോലെ തന്നെ ഇവിടെ അമരയുടെ തൈ നിൽപ്പുണ്ട്. ഒരു തൈ 20 രൂപ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അമരയുടെ തൈ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. അമരയുടെ തൈകൾ ഞാൻ ഒരു 3 തൈയാണ് എടുക്കുന്നത് കേട്ടോ. 3 തൈ ഞാൻ എടുത്തിട്ടുണ്ട്. അമരയുടെ നമുക്ക് വീട്ടാവശ്യത്തിനായതുകൊണ്ട് കുറച്ച് മതി, അതെടുത്തു. ഇവിടെ ചീരയൊക്കെ ഉണ്ട് കേട്ടോ. ചീരയുടെ തൈ ഉണ്ട്, വഴുതനയുണ്ട്, കത്തിരിയുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോൾ ഉണ്ടമുളകും ഉണ്ട്, അതുപോലെ സുന്ദരി ചീരയുണ്ട്. ഇത് കോട്ടർകോണം മാവാണ് കേട്ടോ. അത് നന്നായിട്ട് കാച്ചു നിൽപ്പുണ്ട്. 5000 രൂപയാണ് റേറ്റ് പറയുന്നത്. പക്ഷേ 5000 രൂപയ്ക്ക് നഷ്ടമില്ല കേട്ടോ. നല്ല കായകളും ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പ്ലാന്റുമാണ്. ഇതിപ്പോൾ ഇരിക്കുന്നത് ഗ്രോ ബാഗിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ലൊരു പ്ലാന്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും കോട്ടുകോണം മാവാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ചുകൂടി റേറ്റ് വരും, 15 രൂപയൊക്കെ വരും. പക്ഷേ അതും ഗ്രോ ബാഗിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല കായ്ഫലം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കായകളുണ്ട്. ഇവിടെ എല്ലാം മാങ്ങ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ എല്ലാം മാങ്ങയുണ്ട്. ഇവിടെയൊക്കെ ചെറിയ കായകളുണ്ട്, പിടിച്ച് വരുന്നേ ഉള്ളൂ. കൊല കുത്തി ഇവിടെയൊക്കെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നാരങ്ങ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ചെറുനാരങ്ങ പഴുത്ത് നിൽപ്പുണ്ട്. അത് ഒരു ഗ്രോ ബാഗിൻ്റെ ഉള്ളിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ അതിൽ അത്യാവശ്യം കായകൾ നിൽപ്പുണ്ട്. നല്ലൊരു പ്ലാന്റ് കേട്ടോ. ഇവിടെ മെലസ്റ്റോമേരെ ഒത്തിരി അധികം പ്ലാന്റുകളുണ്ട് കേട്ടോ. 2 കളറാണുള്ളത്. ഒന്ന് നമ്മുടെ നോർമലി നമ്മളെപ്പോഴും കാണുന്ന ഒരു കളറും പിന്നെ ഒരു ഡബിൾ ഷെയ്ഡിലുള്ള കളറുണ്ട് കേട്ടോ. അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇത് നിറയെ മുട്ടകളിട്ട് നിൽക്കുകയാണ്. നല്ല പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രോത്തൊക്കെ ഉള്ള നല്ല മുട്ടുകളൊക്കെ നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ. അങ്ങനെ ഒത്തിരി അധികം പ്ലാന്റ്സ് ഇവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഡബിൾ കളർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ ഒരു ഡബിൾ കളർ കണ്ടോ ഇങ്ങനെ അതുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോർമലി കണ്ടുവരുന്ന ഒരു കളറും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി അധികം തൈകൾ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. ഞാൻ ഈ ഒരു പ്ലാന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഇത്രയും വലിയൊരു ഗ്രോ ബാഗിൻ്റെ ഉള്ളിലാണ് വരുന്നത്. 100 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഒരെണ്ണം എടുക്കുവാണേ. ഇവിടെ നമ്മുടെ കാറ്റ്സ്ക്ലോ പ്ലാന്റ് കൂടെ ഇവിടെ ഇങ്ങനെ പടർന്നു വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു മെറ്റലിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ പടർത്തി കയറ്റാനായിരിക്കും ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതുകൂടെ വന്നു കഴിയുമ്പോൾ നല്ല തണലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വാട്ടർ പ്ലാന്റ്സ് ആണ്. വാട്ടർ പ്ലാന്റ്സ് കുറച്ചൊക്കെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും മാവ് നിൽപ്പുണ്ട്. പല ഇനം മാവുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കാച്ചു നിൽപ്പുണ്ട്. നമ്മുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മാവ് ഒത്തിരി. ഇത് ചൈനീസ് ഓറഞ്ച് ആണ് കേട്ടോ. നമ്മുടെ അവിടെ വീട്ടിൽ നോർമൽ ഇതുണ്ട്, ഓറഞ്ച് ഉണ്ട്, അതായത് നമ്മുടെ ഗ്രീൻ കളറ്. ഇതിപ്പോൾ അതിൻ്റെ ലീഫൊക്കെ വന്നിട്ട് ഒരു ലൈറ്റ് യെല്ലോ കളറും അതുപോലെ ഗ്രീനും കൂടി ചേർന്ന് നിന്നിട്ട് അതിൻ്റെ ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഗാർഡനിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കൂടിയാണ്. അപ്പോൾ അതും ഇവിടെ ഉണ്ട്. അതും ഗ്രോ ബാഗിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പിന്നെ ട്രേകളിലും തൈകൾ മേടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കവറിലെടുത്തതെല്ലാം 20 രൂപ വെച്ചിട്ടാണ് ഉള്ള ചെടികളാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ചെറിയ തൈകളാണ്. നമ്മൾ ട്രേക്കുള്ളിൽ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് കിളിപ്പിച്ചെടുക്കുന്നതാണ്. ഇത് സ്ട്രോബെറിയുടെ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇതും ഇവിടെ മേടിക്കാനുണ്ട്. ഇതിപ്പോൾ കായില്ല കേട്ടോ. അവിടെ ഞാൻ നേരത്തെ ഒരെണ്ണം കണ്ടതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് കായ ഉണ്ടായിരുന്നു. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതും ഇവിടെ മേടിക്കാനായിട്ടുണ്ട് ഒത്തിരി. പിന്നെ നമ്മുടെ പെറ്റോണിയ ഉണ്ട് കേട്ടോ. പെറ്റോണിയ നല്ല കളേഴ്സ് ആണ് കേട്ടോ. നല്ല ഇതുപോലുള്ള ഡാർക്ക് കളറുള്ള പെറ്റോണിയ, അതും കൊള്ളാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പെറ്റോണിയ ഇവിടെ ഉണ്ട്. അതുപോലെ അങ്ങനെ ഹാങ്ങിങ് വിങ്ക പ്ലാന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിങ്ക റോസ് അതും ഹാങ് ചെയ്തിടുന്നതുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതൊരു 1-2 കളർ ഇരിപ്പുണ്ട്. ഇതുപോലുള്ള ഇങ്ങനെയുള്ള നല്ല നല്ല കളറുകൾ ഇരിപ്പുണ്ട് കേട്ടോ. വൈറ്റും ഒക്കെ ഉണ്ട്. 1-2 കളേഴ്സ് അതും ഉണ്ട്. ഇത് ഹാങ് ചെയ്തിടുന്നതാണ്. ഹാങ്ങിങ് വിങ്ക എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇവിടെ ഇപ്പോൾ വഴുതനയും കത്തിരിയുമാണ് ഇരിക്കുന്നത്. നമുക്ക് 2 നിറങ്ങളിലാണുള്ളത്. വയലറ്റും ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റും ഉണ്ട്. ഇതാണ് ഇല്ലിക്കൊമ്പൻ വഴുതന കേട്ടോ. അതായത് നല്ല നീളത്തിനാണ് പിടിച്ച് നിൽക്കുന്നത്. അതും ഇവിടെ വിൽപ്പനയ്ക്ക് ആയിട്ടില്ല. അത് മദർ പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നതൊക്കെ. ഇതിൽ നിന്നാണ് ഇനി ഉൽപ്പാദിപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കി സെയിലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ധാരാളം ഇവിടെ പിടിച്ച് നിൽപ്പുണ്ട്. ഇത് കത്തിരിയാണ് കേട്ടോ. കത്തിരിയുടെ തൈകളും ഉണ്ട്. ഇവിടെ ഉള്ളത് കുറേയധികം മുളക് വെറൈറ്റികളാണ് കേട്ടോ. നമ്മുടെ കാന്താരി വയലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെള്ളക്കാന്താരി ഉണ്ട്, ഒടംകൊല്ലി ഉണ്ട്. ഒടംകൊല്ലിയിലെ വയലറ്റും അതുപോലെ തന്നെ ഗ്രീനും ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറേ മുളക് ഇനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മുടെ സാമ്പാർ മുളകിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതിലിപ്പോൾ വിത്തായി വരുന്നുണ്ട് കേട്ടോ. ഇതൊരു മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്തിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ട്രഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന കർപ്പൂരം, പണ്ട് ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കർപ്പൂരം ഉണ്ടാക്കുന്നത് ഈ ഒരു മരത്തിൽ നിന്നാണ്. ഇതിൻ്റെ തടിയൊക്കെ വാറ്റി ആണ് അതിൻ്റെ
കർപ്പൂര നിർമ്മാണം നടത്തിയിരുന്നത് കേട്ടോ. അത് ഇങ്ങനെ അതിൻ്റെ തടി പ്രോസസ്സ് ചെയ്തെടുത്തിട്ടാണ് കർപ്പൂരം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു തണൽ മരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നല്ല കാറ്റും നല്ല തണുപ്പുമാണ് കേട്ടോ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കായകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല അത്യാവശ്യം നല്ല മണമാണ് കേട്ടോ. അങ്ങനെ ഉള്ള ഒരു പ്ലാന്റാണ്. അതിപ്പോൾ ഈ ഒരു നഴ്സറിയിൽ അവർ ഇങ്ങനെ പരിപാലിച്ച് പോരുവാണ്. ഇവിടെ കിളികളും ഒക്കെ കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കിളിക്കൂടൊക്കെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ഗ്രോ ബാഗിലിരുന്ന ഒരു പ്ലാന്റ് അതിങ്ങനെ സ്വാഭാവികമായിട്ട് നിലത്തോട്ട് പിടിച്ച് അതിങ്ങനെ ഇപ്പോൾ ഒരു വലിയൊരു മരമായിട്ട് മാറിയിരിക്കും. ഇതിൻ്റെ ഒരു മുറ്റിപ്പാകമായിട്ടുള്ള ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ ശരിക്കും കർപ്പൂരത്തിൻ്റെ മണമാണ് കേട്ടോ. അത് ഇലയേക്കാൾ കൂടുതലുള്ളത് അതിൻ്റെ കായ്ക്കാണ് കേട്ടോ. കായ് ഇങ്ങനെ എടുത്തിട്ട് അത് മണക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല കർപ്പൂരത്തിൻ്റെ സ്മെല്ലാണ് കേട്ടോ. നല്ല മണമാണ്. ഇനി നമ്മുടെ നാട്ടിൽ കറിവേപ്പ് പിടിച്ചു കിട്ടുന്നില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ദേ ഇവിടെ ഇഷ്ടം പോലെ കറിവേപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 20,000-ഓളം തൈകൾ ഇവിടെ സെയിലിന് റെഡിയായി ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ കഴക്കൂട്ടത്താണുള്ളത് കേട്ടോ. കഴക്കൂട്ടത്ത് ഞാനൊരു നഴ്സറിയിൽ വന്നപ്പോഴാണ് ഇതിങ്ങനെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്, പുറത്തുനിന്നെങ്ങും വരുന്നതല്ല. ചൈനീസ് കറിവേപ്പാണ്. ധാരാളം തൈകളുണ്ട്. നമുക്ക് തൈകളെന്ന് മാത്രമല്ല ഓരോന്ന് എടുത്ത് നോക്കുകയാണെങ്കിലും അത്രയും ഗ്രോത്തുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ. അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അത് ചെറുതും വലുതുമായിട്ട് പല സൈസിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ 1-2 വെറൈറ്റികളുണ്ട് കേട്ടോ. നമ്മൾ എല്ലാം ഒരേ ഇതല്ല, 1-2 വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റികൾ നമ്മുടെ ചൈനീസ് നമ്മുടെ ഈ കറിവേപ്പിൽ തന്നെ കാണാൻ കഴിയും. അതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ അത്യാവശ്യം നല്ല എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതും നല്ല മണമുള്ളതുമാണ് കേട്ടോ. നമ്മളിങ്ങനെ കാണുമ്പോൾ കുഞ്ഞൻ ഇലകളാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഗന്ധം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കറിവേപ്പിനുള്ളതിനേക്കാൾ നമ്മളിങ്ങനെ ഞെരടി നോക്കുകയെന്ന് വേണ്ട, ഒന്ന് പൊട്ടിച്ചാൽ മതി. അത്രയധികം നല്ല മണമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കറിവേപ്പ് തൈകൾ ഒരുമിച്ച് കാണുന്നത് കേട്ടോ. 20,000 തൈകളെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം ഗ്രോ ബാഗുകളിൽ എത്രത്തോളം മണ്ണും ഒക്കെ ഫില്ല് ചെയ്ത് എത്രയോ നന്നായിട്ട് ഇത് നോക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം തൈകൾ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ അത്രയും ശ്രദ്ധയോടെ ഇതെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതേ ഇവിടെയും ഇതുപോലെ നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലത്താണ് ഇതിങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല നനയൊക്കെ കൊടുത്ത് കൃത്യമായ രീതിയിൽ പരിചരിച്ച് കൊണ്ടുവരുന്ന തൈകളാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാലും ഇതുപോലെയൊക്കെ തന്നെ നോക്കി നല്ല വെയിലത്ത് ഇത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്തിൽ പിടിച്ചു വരുന്ന ഒരു തൈകളും കൂടിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലിനി കറിവേപ്പ് ഒരു ചെറിയ സ്ഥലത്ത് ഒത്തിരി അധികം നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കറിവേപ്പും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷം അടിച്ച കറിവേപ്പിനി നമുക്ക് ഉപയോഗിക്കേണ്ട കേട്ടോ. ഇത് നമ്മുടെ നാടൻ കറിവേപ്പ് പോലെ പിടിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടോ ഉള്ളതല്ല. വേഗത്തിൽ തന്നെ അത് വളർന്നു കിട്ടുകയും നമുക്ക് ധാരാളം ഇലകൾ തരുകയും ചെയ്യുന്ന ഒരു ഇനം കൂടി. ഇതിൻ്റെ ഉള്ളിൽ കീടബാധയൊന്നും വലുതായിട്ട് ബാധിക്കുന്ന ഒരു കറിവേപ്പിനല്ല കേട്ടോ. നമുക്ക് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇത് വളർത്തിയെടുക്കാൻ കഴിയും വീട്ടിൽ. ഇതിൽ ഇതുവരെയും തന്നെ ഇത്രയും വളർന്ന് നല്ല കരുത്തോടുകൂടി നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിലും തന്നെ ഇതുവരെയും യാതൊരുവിധ കീടനാശിനികളും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്കിത് മേടിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കറിവേപ്പ് നമുക്ക് മേടിച്ചിനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അധികം കീടബാധകളൊന്നും ബാധിക്കാത്ത ഈ ഒരു പ്ലാന്റ് വീട്ടിൽ ഒരെണ്ണമെങ്കിലും പ്ലാന്റ് ചെയ്യുക. നമുക്ക് അത്യാവശ്യം നല്ല കറിവേപ്പ് തന്നെ ഇതിനകത്തുനിന്ന് കിട്ടും. ഇതിനെ തായ്വാൻ കറിവേപ്പെന്നും കൂടി പറയും കേട്ടോ. ചൈനീസ് കറിവേപ്പെന്ന് മാത്രമല്ല തായ്വാൻ കറിവേപ്പെന്നും കൂടി ഇതിനറിയപ്പെടുന്നു. ഈ കറിവേപ്പിൽ തന്നെ ഇത്ര അധികം വെറൈറ്റികളുണ്ട് കേട്ടോ. ഓരോന്നും വ്യത്യസ്തമാണ്. അതിൻ്റെ ലീഫിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ഇതിപ്പോൾ 5 പ്ലാന്റുകളാണ് ഇരിക്കുന്നത്. 5ഉം 5 രീതിയിലുള്ള ഇലകളാണ് ഇതിനകത്ത് വരുന്നത്. ചെറിയ കളറിലും തണ്ടിൻ്റെ നീളത്തിലും ഒക്കെ ആയിട്ട്. ഈ ചൈനീസ് കറിവേപ്പിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള 2 ഇനമാണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ അറിയാം. ഇല ഇച്ചിരി നീണ്ടിട്ട് അതിനകത്ത് കുഞ്ഞൻ ഇലകളാണ്, പക്ഷേ അതിൻ്റെ ലെങ്തിൽ വ്യത്യാസമുണ്ട്. ഇത് വരുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. ഇതും കറിവേപ്പാണ്, ഇതും കറിവേപ്പാണ്. രണ്ടും വ്യത്യസ്ത ഇനം കറിവേപ്പുകളാണ്. എന്നാൽ ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്, ചൈനീസ് കറിവേപ്പാണ്. പക്ഷേ അതിൻ്റെ ഇലകളിലും അതിൻ്റെ എന്താണ് ആ ഒരു തണ്ടിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ. അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കറിവേപ്പും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെ നിൽക്കുന്നത് മൊത്തം ഈ കറിവേപ്പിൻ്റെ മദർ പ്ലാന്റുകളാണ്. 300 മൂടോളമാണ് മദർ പ്ലാന്റ് മാത്രമുള്ളത്. നമ്മൾ 20,000-ഓളം ചെറിയ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്നത് മുഴുവൻ ഇതിൽ നിന്നാണ്. അതേ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് മുഴുവൻ. 1,00,000-ഓളം ചെറിയ തൈകളും 20,000-ഓളം വിൽപ്പനയ്ക്ക് തയ്യാറായ തൈകളുമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ തന്നെ ഇവിടുന്ന് സെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.